സംസ്ഥാനത്ത് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഉപജീവനത്തിനായി ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നത്. എന്നാൽ അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും തൊഴിലിടങ്ങളിൽ നിരന്തരം നിഷേധിക്കപ്പെടുന്നു. രാവിലെ 8 മണിക്ക് ഷോപ്പിലെത്തുന്ന ഇവർക്ക് കൃത്യമായ ജോലി സമയം ഇല്ല. 12ഉം 14ഉം മണിക്കൂറുകൾ വരെയാണ് പലരും ജോലി ചെയ്യേണ്ടി വരുന്നത്. കസ്റ്റമേഴ്സ് കൂടുതലുള്ള കടകളിൽ ഭക്ഷണം കഴിക്കാനോ അല്പനേരം വിശ്രമിക്കാനോ പലർക്കും കഴിയാറില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ പലയിടങ്ങളിലും അവധി പോലും ലഭിക്കാറില്ല. പ്രസവാവധിയെടുത്താൽ വേറെ ജോലി അന്വേഷിക്കേണ്ട അവസ്ഥയാണ്. ചെറിയ പിഴവുകൾ സംഭവിച്ചാൽ പോലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും സ്ത്രീ ജീവനക്കാർ പറയുന്നു. വലിയ ഷോപ്പുകളിൽ പോലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യം കുറവാണ്. ഇവർ അസംഘടിതരായതാണ് അവകാശ നിഷേധത്തിന് കാരണമെന്ന് വനിതാ സംഘടനകൾ പറയുന്നു. സ്ഥിരം അവർക്ക് ജോലിയില്ലല്ലോ. അവർ അവിടെ ചെല്ലുന്നു, കുറച്ചാൾ വർക്ക് ചെയ്യുന്നു, അവിടുത്തെ മാനേജ്മെൻറ്റ് ഇഷ്ടമല്ല, അവർ പിരിച്ചുവിടപ്പെടുന്നു. 1 വർഷമായാലും 2 വർഷമായാലും 5 വർഷമായാലും 10 വർഷമായാലും യാതൊരു വിധത്തിലുള്ള തൊഴിൽ സ്ഥിരതയും ഈ മേഖലയിൽ സ്ത്രീകൾക്കില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ് അവർ സംഘടിക്കാത്തത്. ഷോപ്പ് ജീവനക്കാർക്ക് മിനിമം വേതനം നൽകുക, ക്ഷേമനിധി ഏർപ്പെടുത്തുക തുടങ്ങി ചില നിർദ്ദേശങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്നുവെങ്കിലും അതൊന്നും നടപ്പായില്ല. പിന്നീട് വന്ന സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ താൽപര്യവും പ്രകടിപ്പിച്ചില്ല. സ്ഥിരതയില്ലാത്ത തൊഴിലായതിനാൽ അവ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ബുദ്ധിമുട്ടുകൾ പുറത്തു പറയാൻ പോലും മിക്കവരും തയ്യാറാകുന്നില്ല. ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളാണ് അസംഘടിതമായ ഈ മേഖലയിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ മുതൽ തൊഴിൽ നിയമ നിഷേധം വരെ തുടരുന്നു ഇവരുടെ പരാതികൾ. ക്യാമറാമാൻ മനോജ് PL-നൊപ്പം സന്ധ്യാലക്ഷ്മണൻ, മീഡിയ 1 കൊച്ചി.